അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്ന് വെച്ചാൽ കോപ്പി ആൻഡ് പേസ്റ്റ് ആണ്. അതിന് ആദ്യം നമ്മുടെ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+C പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് ആ ക്ലിപ്പ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം എവിടെയാണോ നമുക്ക് ആ ക്ലിപ്പ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നമ്മുടെ പ്ലേ ഹെഡ് വെച്ചതിന് ശേഷം Ctrl+V പ്രസ് ചെയ്യുക. Ctrl+V പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതവിടെ പേസ്റ്റ് ആകുന്നതായിരിക്കും. അടുത്തതായിട്ട് ഞാൻ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ടർ പാനലിൽ പോയിട്ട് സൂം പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്രോപ്പിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡൈനാമിക് സോൺ എനേബിൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അടുത്ത ക്ലിപ്പിലേക്ക് വേണം. അതിനായിട്ട് ഞാൻ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു. Ctrl+C അടിച്ച് പേസ്റ്റ് കോപ്പി ചെയ്യുന്നു. Alt+V പ്രസ് ചെയ്തതിന് അടുത്ത ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം Alt+V പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമ്മൾ വീഡിയോ ആട്രിബ്യൂട്ട്സ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ക്ലിപ്പിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് പേസ്റ്റ് ആവുന്നത് കാണാൻ പറ്റും. അടുത്തതായിട്ട് വീഡിയോ 1-ലുള്ള ഈ ഒരു ക്ലിപ്പ് എനിക്ക് വീഡിയോ 2 എന്ന് പറഞ്ഞ ട്രാക്കിലേക്ക് പേസ്റ്റ് ചെയ്യണം. ഈ വീഡിയോ 1 എന്ന് പറഞ്ഞതിൽ ഓട്ടോ ട്രാക്ക് സെലക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്തതിന് ശേഷം വീഡിയോ 2-ലേക്ക് വീഡിയോ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം Ctrl+B പ്രസ് ചെയ്യുമ്പോൾ ആ വീഡിയോ അവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ലെഫ്റ്റ് സൈഡ് എനിക്ക് കട്ട് ചെയ്ത് കളയണം. അതിനായിട്ട് ഞാൻ Ctrl+Shift² ത്തേക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡ് പോകും. റൈറ്റ് സൈഡ് പോകാൻ Ctrl+Shift right അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് JKL ആണ്. അതിൽ നമ്മൾ L പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ഫോർവേഡായിട്ട് പ്ലേ ആവുന്നതായിരിക്കും. J പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ബാക്ക്വേഡായിട്ട് പ്ലേ ആവും. K പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്നത് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അതിന് നമ്മുടെ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ക്ലിപ്പ് അവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പിൾ ഡിലീറ്റ് ആണ്. റിപ്പിൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്യുക. ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോൾ ആ ക്ലിപ്പ് ഡിലീറ്റ് ആവും. അതുകൊണ്ടുകൂടി തന്നെ നമുക്ക് അവിടെയുള്ള ആ സ്പേസ് ഡിലീറ്റ് ആയിട്ട് ബാക്കിയുള്ള വീഡിയോസ് ആ സ്പേസിലേക്ക് വരുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ പ്ലേ ഹെഡ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പിൻ്റെ അവിടെ വെച്ചതിന് ശേഷം എനിക്ക് ഈ വീഡിയോ തൊട്ടിട്ടുള്ള റൈറ്റിലേക്കുള്ള എല്ലാ വീഡിയോസും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം Alt+Y പ്രസ് ചെയ്യുന്നു. Alt+Y പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ക്ലിപ്പ് തൊട്ടുള്ള അടുത്ത ക്ലിപ്സ് എല്ലാം നമുക്ക് സെലക്ട് ആവുന്നതായിരിക്കും.